ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അബ്സൊല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വാക്വം പ്രഷർ ഇവയെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രഷറുകളെല്ലാം എന്താണ്, ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയെല്ലാം പ്രഷർ മെഷർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രാഫിക്കലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു Y ആക്സിസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ Y ആക്സിസിൽ നമ്മൾ പ്രഷർ രേഖപ്പെടുത്തുന്നു. ഈ പ്രഷർ ഇവിടെ നിന്ന് മുകളിലോട്ട് കൂടി വരുന്ന രീതിയിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴത്തെ പാർട്ട് ഇവിടെ 0 ആയിരിക്കും വരുന്നത്, പ്രഷർ 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് ഭാഗത്തിന് നമ്മൾ അബ്സല്യൂട്ട് 0 പ്രഷർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ 0 ആയിട്ടുള്ള പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേര് അബ്സല്യൂട്ട് 0 പ്രഷർ എന്നാണ്. അപ്പോൾ എന്തായിരിക്കും അബ്സല്യൂട്ട് 0 പ്രഷർ എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ ആ കണ്ടെയ്നറിനകത്ത് എയർ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എന്താവും? എയർ പാർട്ടിക്കിൾ ഉണ്ടാവും. ഈ എയർ പാർട്ടിക്കിൾ പരസ്പരം കൊളൈഡ് ചെയ്യുകയും ഇത് ഈ ക്ലോസ്ഡ് കണ്ടെയ്നറിനകത്ത് ഒരു പ്രഷർ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ച് ഇതിനകത്തുള്ള ഫുൾ എയറിനെ റിമൂവ് ചെയ്താൽ ഇവിടെ എന്താവും? വാക്യൂം ആവും. വാക്യൂം ആകുമ്പോഴത്തേക്ക് എന്താവും? പ്രഷർ 0 ആയിരിക്കും അവിടെ. അപ്പം അങ്ങനെയുള്ള ഒരു പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് 0 പ്രഷർ. എന്നാൽ ഇത് ഒരു തിയററ്റിക്കൽ കണ്ടീഷനാണ്, പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ല. ഇനി ഈ ഗ്രാഫിൽ നമ്മൾ അടുത്ത ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി, അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്? അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയർ ഭൂമിയിലോട്ട് ഒരു പ്രഷർ ചെലുത്തുന്നുണ്ട്. ഈ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് സീ ലെവലിൽ 15 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 101.3 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും അല്ലെങ്കിൽ 10.13 കിലോ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറും ആയിരിക്കും. പ്രഷർ മെഷർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒന്നീ ഈ അബ്സല്യൂട്ട് 0 പ്രഷറിൽ നിന്നും ആയിരിക്കും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്ത് അതിൻ്റെ പ്രഷർ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്നീ അബ്സല്യൂട്ട് 0 പ്രഷറിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡേറ്റമായിട്ട് വെച്ചായിരിക്കും നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത്. അങ്ങനെ 2 രീതിയിലായിരിക്കും നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് എടുത്തു. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ പ്രഷർ നമുക്ക് എവിടെ നിന്ന് എടുക്കാം? അബ്സല്യൂട്ട് 0 പ്രഷറിൽ നിന്ന് എടുക്കാം. അങ്ങനെ അബ്സല്യൂട്ട് 0 പ്രഷറിൽ നിന്നും നമ്മൾ എയുടെ പ്രഷർ എടുക്കുമ്പോൾ ആ പ്രഷറിന്, അതായത് ഇവിടം തൊട്ട് ഇതുവരെയുള്ള ആ പ്രഷറിനെ വിളിക്കുന്ന പേര് അബ്സല്യൂട്ട് പ്രഷർ എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ എ എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡാറ്റമാക്കി വെച്ചുകൊണ്ടും എടുക്കാം. അപ്പോൾ നമ്മൾ ആ പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൽ ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ 0 ആയിട്ടായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടയാളപ്പെടുത്തുന്ന പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗേജ് പ്രഷർ എന്നാണ്. അതായത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്നും നമ്മൾ എയിലോട്ടുള്ള ഒരു പ്രഷർ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗേജ് പ്രഷർ എന്നാണ്. അതുപോലെ നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴെയായിട്ട് ഒരു ബി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് എടുത്തു. അപ്പോൾ ഈ പോയിൻറ്റിലോട്ടുള്ള പ്രഷർ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്നും താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വാക്യൂം പ്രഷർ എന്ന് വിളിക്കും. അതുപോലെ അബ്സല്യൂട്ട് 0യിൽ നിന്നാണ് ബിയിലോട്ടുള്ള പ്രഷർ എടുക്കണമെങ്കിൽ അതിനെന്തായിരിക്കും? അബ്സല്യൂട്ട് പ്രഷർ എന്നായിരിക്കും വിളിക്കുന്നത്. അതായത് ഈ അബ്സല്യൂട്ട് 0 പോയിന്റിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പ്രഷർ എടുക്കുന്നു അതിനെല്ലാം അബ്സല്യൂട്ട് പ്രഷർ എന്ന് തന്നെയായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് മുകളിലോട്ട് എടുത്ത ഗേജ് പ്രഷറും താഴോട്ടാണ് എടുക്കുന്നതെങ്കിൽ വാക്വം പ്രഷറും. ഇനി ഇവ തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഇപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആയിരിക്കും. നോക്കാം, ഇവിടം തൊട്ട് ഇതുവരെയാണ് അബ്സല്യൂട്ട് പ്രഷർ. അപ്പോൾ ഇതുവരെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, പ്ലസ് ഗേജ് പ്രഷർ കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതുവരെയുള്ള ടോട്ടൽ പ്രഷർ കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ റിലേഷൻ. അപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷറാണ്. ഇനി നമുക്ക് വാക്വം പ്രഷർ നോക്കിയാലോ. ഇവിടെ നിന്ന് ഇതുവരെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, അവിടെ നിന്ന് ഈ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ ഈ പ്രഷർ കിട്ടും. അപ്പോൾ വാക്വം പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ ആയിരിക്കും.